നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. ആദ്യം ജന്മഭൂമിയാണ്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടതാണ്. സമരം കടുപ്പിച്ച ആശാ പ്രവർത്തകർ നാളെ മുതൽ കൂട്ട നിരാഹാരം എന്ന തലക്കെട്ടോടുകൂടിയാണ് വാർത്ത നൽകിയിട്ടുള്ളത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം തുടരുന്ന ആശാ പ്രവർത്തകർ സമരം കടുപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത ആരംഭിക്കുന്നത്. 24 മുതൽ കൂട്ട നിരാഹാരം ആരംഭിക്കും എന്നും വാർത്തയിൽ നൽകിയിട്ടുണ്ട്. സമരപന്തലിൽ എത്താനാകാത്തവർ പ്രാദേശിക തലത്തിൽ പ്രത്യേക കേന്ദ്രങ്ങളിലോ ജോലി സ്ഥലത്തോ ഉപവാസ സമരം നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഹൈലൈറ്റ് വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ആശാ വർക്കർമാരുടെ ചിത്രങ്ങളും അവരുടെ ആരോഗ്യനില, ഇപ്പോൾ നിലവിൽ നിരാഹാര സമരം തുടരുന്നവരുടെ ആരോഗ്യനില പരിശോധിക്കുന്ന ചിത്രവും ഇതിനോടനുബന്ധിച്ച് നൽകിയിട്ടുണ്ട്. BJP നേതാവ് അഹല്യ ശങ്കർ അന്തരിച്ചു എന്നതാണ് അടുത്ത വാർത്ത. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ബംഗ്ലാദേശ് സർക്കാരിൽ UN സമ്മർദ്ദം ചെലുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് RSSന്റെ വാക്കുകൾ വലിയ പ്രാധാന്യത്തിൽ ജന്മഭൂമി ഫ്രണ്ട് പേജിൽ ഏറ്റവും മുകളിലായി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് SDP അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് ഒരാൾ കൂടി അറസ്റ്റിൽ എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ജഡ്ജിയുടെ വീട്ടിലെ തീപിടുത്തം തുടർ നടപടി റിപ്പോർട്ട് പരിശോധിച്ച ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കെട്ടുകണക്കിന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഖന്നയ്ക്ക് റിപ്പോർട്ട് കൈമാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കെതിരെ നടപടി ശക്തമാക്കി ഡൽഹി പോലീസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊരു വാർത്ത ദേവസ്വം ബോർഡുകൾ രാഷ്ട്രീയക്കാരുടെ സുഖവാസ കേന്ദ്രങ്ങളാകുന്നു. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ നൽകിയിട്ടുണ്ട്. ഒരു ചന്ദനക്കുറി പോലും തൊടാത്തവരാണ് ക്ഷേത്രത്തിലെ പ്രസിഡന്റും മെമ്പർമാരുമൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത ജന്മഭൂമി നൽകിയിട്ടുള്ളത്. അടുത്തത് മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നത് മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 25 വർഷം മരവിപ്പിക്കണം എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രിമാരും പാർട്ടി പ്രതിനിധികളും രാഷ്ട്രപതിയെ കാണും. സമവായം വേണമെന്ന് പിണറായി എന്ന് പറഞ്ഞുകൊണ്ട് 2 ഹൈലൈറ്റ് നൽകിയിട്ടുണ്ട്. ലോക്സഭാ മണ്ഡല പുനർനിർണയം 25 വർഷക്കാലത്തേക്ക് മരവിപ്പിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായ MK സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ചെന്നൈ ഗിണ്ടിയിലെ നക്ഷത്ര ഹോട്ടലിൽ ചേർന്ന വിവിധ പ്രതിപക്ഷ പാർട്ടി ഭരണ നേതാക്കളുടെയും സംയുക്ത ആക്ഷൻ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. കൂടാതെ തന്നെ വാർത്തയിൽ എല്ലാ മുഖ്യമന്ത്രിമാരുടെയും ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് ശിശുക്ഷേമ സമിതിയിൽ വീണ്ടും മരണം എന്ന വാർത്തയാണ്. ശിശുക്ഷേമ സമിതിയിൽ വീണ്ടും മരണം. 5.5 മാസം പ്രായമുള്ള കുഞ്ഞ് ശനിയാഴ്ച രാവിലെ 10ഓടെ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് ബിസിനസ് പങ്കാളിയെ തട്ടിക്കൊണ്ടുപോയി കൊന്നു തള്ളിയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. തൊടുപുഴയിൽ ബിസിനസ് ത്തിലെ തർക്കത്തെ തുടർന്ന് മധ്യവയസ്കനെ തട്ടിക്കൊണ്ടുപോയി കൊന്ന് ഗോഡൌണിലെ മാലിന്യക്കുഴിയിലെ മാൻഹോളിൽ തള്ളിയ സംഭവത്തിൽ കൊട്ടേഷൻ സംഘങ്ങൾ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ എന്ന് പറഞ്ഞുകൊണ്ട് 4 പേരുടെ ചിത്രങ്ങൾ സഹിതം മാധ്യമം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് വിനോദ് കുമാർ ശുക്ലയ്ക്ക് ജ്ഞാനപീഠം എന്ന വാർത്തയാണ്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം പ്രമുഖ ഹിന്ദി എഴുത്തുകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് IPLുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കൊൽക്കത്തയിൽ IPL ഉദ്ഘാടന ചടങ്ങിൽ നടനും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഉടമയുമായ ഷാരൂഖ് ഖാൻ റോയൽ ചലഞ്ചേഴ്സ് താരം വിരാട് കോഹ്ലിയെ കെട്ടിപ്പുണരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇരുവരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ആ വാർത്ത മാധ്യമം നൽകിയിരിക്കുന്നത്. അടുത്തത് ദീപികയാണ്. ദീപികയിലേക്ക് വരുമ്പോഴും ആശാ വർക്കർമാരുടെ സമരത്തിനാണ് പ്രധാന വാർത്തയെ നൽകിയിട്ടുള്ളത്. ആശാ സമരം നാളെ കൂട്ട ഉപവാസം എന്ന തലക്കെട്ടോടുകൂടിയാണ് അത് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് വീട്ടിൽ നിന്നും പണം കണ്ടെത്തിയ സംഭവത്തിൽ ജഡ്ജിക്ക് വിലക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയ്ക്കും വലിയ പ്രാധാന്യം ദീപിക നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് കടൽ മണൽ ഖനനം തീരദേശ സമരയാത്രയുമായി UDF എന്ന് പറഞ്ഞുകൊണ്ട് കടൽ മണൽ ഖനനം നടത്താനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെ ഏപ്രിൽ 21 മുതൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ തീരദേശ സമരയാത്രയുമായി UDF എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് ക്ഷാമബത്ത ജീവനക്കാർക്ക് നഷ്ടം 71,760 രൂപ മുതൽ 5.2 ലക്ഷം രൂപ വരെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് 3% ക്ഷേമബത്ത അനുവദിച്ചപ്പോൾ കുടിശ്ശിക നൽകാത്തത് വഴി ജീവനക്കാർക്കുണ്ടായത് വലിയ നഷ്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മണ്ഡല പുനർനിർണയമാണ് പ്രധാന വാർത്തയായി വന്നിട്ടുള്ളത്. മണ്ഡല പുനർനിർണയം മരവിപ്പിക്കണം എന്നതാണ് മാതൃഭൂമി നൽകിയിരിക്കുന്ന തലക്കെട്ട്. വിനോദ് കുമാർ ശുക്ലയ്ക്ക് ജ്ഞാനപീഠം എന്നത് മാതൃഭൂമി വലിയ പ്രാധാന്യത്തിൽ നൽകുന്നുണ്ട്. മറ്റൊന്ന് 10,000 കോടിയുടെ മണൽ എന്ന് പറഞ്ഞുകൊണ്ട് പുഴയിൽ നിന്ന് വാരാം 10,000 കോടിയുടെ മണൽ എന്ന തലക്കെട്ടോടുകൂടി മണൽ ഖനനവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നുണ്ട്. അതുകൂടാതെ തന്നെ മണലെടുപ്പ് ഉടൻ തുടങ്ങാൻ സാധ്യതയുള്ള നദികൾ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറി ഇതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി നൽകിയിട്ടുണ്ട്.
കേരള കൗമുദിയാണ് അടുത്തത്. കൗമുദിയിലേക്ക് വരുമ്പോൾ താക്കീത് ഉയർത്തി സ്റ്റാലിൻ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നുണ്ട്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ ദൃശ്യം ഷൂട്ട് ചെയ്ത തൊടുപുഴയിൽ അതേ മോഡൽ കൊലപാതകം എന്ന് പറഞ്ഞുകൊണ്ട് ബിസിനസ് പങ്കാളിയെ കൊന്ന വാർത്ത വലിയ പ്രാധാന്യത്തിൽ കേരള കൗമുദി ഫ്രണ്ട് പേജിൽ തന്നെ നൽകുന്നുണ്ട്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ വിനോദ് ശുക്ലയ്ക്ക് ജ്ഞാനപീഠം എന്ന വാർത്തയും കേരള കൗമുദി ഫ്രണ്ട് പേജിൽ മുകളിലായി തന്നെ വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. അടുത്തത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ മണ്ഡല പുനർനിർണയത്തിന് തന്നെയാണ് വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. 25 വർഷത്തേക്ക് വേണ്ട എന്നത് തലക്കെട്ടായി നൽകുന്നുണ്ട്. കേന്ദ്രത്തിന് മുന്നറിയിപ്പ് നൽകി ചെന്നൈയിലെ സംയുക്ത കർമ്മസമിതി യോഗം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹൈലൈറ്റ് വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. വിശദമായി തന്നെ ഈ വാർത്തയെ ദേശാഭിമാനി നൽകുന്നുണ്ട്. യോജിച്ച് പോരാടാൻ സംസ്ഥാനങ്ങൾ മുഖ്യമന്ത്രിമാരായ പിണറായി വിജയൻ, എം കെ സ്റ്റാലിൻ, ഭഗവത് മാൻ, ദേവൻ റെഡ്ഡി കർണാടക, ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, ഒഡീഷ മുൻ മുഖ്യമന്ത്രി നവീൻ പട്നായിക് തുടങ്ങിയവർ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത ദേശാഭിമാനി നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, സ്കൂൾ അടയ്ക്കും മുൻപേ അടുത്ത പുസ്തകം റെഡി എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തിലാദ്യമായി 10ാം ക്ലാസ്സിലെ പുസ്തകങ്ങൾ 9ലെ പരീക്ഷ കഴിയും മുൻപ് കൈകളിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ്. സ്കൂൾ തുറന്ന പകുതിയായാലും പുസ്തകം കിട്ടാത്ത കാലമൊക്കെ എന്നോ മാറി എന്ന് പറഞ്ഞുകൊണ്ട് ദേശാഭിമാനി ആ വാർത്ത രസകരമായി തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഹരിദാസ് പോയത് നേതൃത്വം അറിയാതെ ആശാസമരത്തെ പിന്തുണയ്ക്കില്ല എന്ന INTUCയുടെ വാക്കുകൾ വലിയ പ്രാധാന്യത്തിൽ ദേശാഭിമാനി നൽകുന്നുണ്ട്. മറ്റൊന്ന്, ലോക്കോ പൈലറ്റ് തസ്തികയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഒഴിവുകളുടെ എണ്ണം പകുതിയാക്കി റെയിൽവേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. 2024 പരീക്ഷ നടത്തുമ്പോൾ ഉണ്ടായിരുന്ന 18,799 ഒഴിവ് 9,970 വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ഒടുവിലെത്തിയത് മലയാള മനോരമയാണ്. മനോരമയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നത് പുനർനിർണയവുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. 25 വർഷം കൂടി തൽസ്ഥിതി തുടരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, IPLുമായി ബന്ധപ്പെട്ട് ഷാരൂഖ് ഖാനും വിരാട് കോഹ്ലിയും ആലിംഗനം ചെയ്യുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നുണ്ട്. അതുകൂടാതെ വീട്ടിൽ പണം യശ്വന്ത് വർമ്മയ്ക്ക് കുരുക്ക്, മാറ്റി നിർത്തി അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്ത നൽകുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ തീരദേശ സമരയാത്ര, രാപ്പകൽ സമരം, പ്രതിഷേധ മാർച്ച് എന്ന് പറഞ്ഞുകൊണ്ട് സമര പരമ്പരയുമായി UDF എന്ന വാർത്ത നൽകുന്നുണ്ട്. കടൽ മണൽ ഖനനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ UDF ഏപ്രിൽ 21 മുതൽ 29 വരെ തീരദേശ സമരയാത്ര നടത്തുമെന്ന് മനോരമ പറയുന്നുണ്ട്. മറ്റൊന്ന്, ലക്ഷ്യത്തിലുറച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ വിമൻ കോമ്പൗണ്ട് ആർച്ചറിയുടെ സെമി ഫൈനലിൽ മത്സരിക്കുന്ന ഒഡീഷയുടെ പായൽ നാഗും കാശ്മീരിൻ്റെ ശീതൽ ദേവിയും എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നു. മറ്റൊന്ന്, മാർപ്പാപ്പ ഇന്ന് ആശുപത്രി വിടുമെന്ന വാർത്തയാണ്. മറ്റു വാർത്തകൾ ഇടം പിടിച്ചിട്ടുള്ളത് CPM ഏരിയ കമ്മിറ്റി മുൻ അംഗം അറസ്റ്റിൽ, നേമം സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത നൽകുന്നുണ്ട്. ബിസിനസ് പങ്കാളിയെ കൊട്ടേഷൻ കൊടുത്ത് കൊലപ്പെടുത്തിയ കേസും വലിയ പ്രാധാന്യത്തിൽ മലയാള മനോരമ ഫ്രണ്ട് പേജിൽ നൽകിയിട്ടുണ്ട്.